നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അനിമോളുടെ ഇഷ്യൂമായിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം സ്ക്രീനിൽ കണ്ടല്ലോ, അപ്പം കാര്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മെയിനായിട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, നമ്മൾ ബിഗ് ബോസിൽ പോയാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതവും ജീവചരിത്രവും മുഴുവനും അവർ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ പുറത്തു വരും. പക്ഷെ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് ജീവനെ ഒക്കെ ആ ഹാപ്പി കപ്പിൾസിൻ്റെ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രൊമോഷൻ എന്നോണം ബിഗ് ബോസിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. അവർക്കറിയാം ഇവർ തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളതൊക്കെ ബിഗ് ബോസിൻ്റെ അകത്തുള്ള അണിയറ പ്രവർത്തകർക്കറിയാം. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മെയിനായിട്ട് രണ്ട് റീസണാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം, അനിമോളുടെ ഈ ഗെയിമിലൊന്ന് ചെറുതായിട്ടൊരു പ്രഷർ കൊടുക്കുക. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇതുപോലൊരു ഇഷ്യൂ വന്ന് കഴിയുമ്പം നമുക്കാണെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അതായത് നമ്മൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇനി കാണരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും നല്ലൊരു നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ അത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് റിക്കവർ ചെയ്ത് വരാനൊന്നും പറ്റത്തില്ല. അപ്പം അതുപോലെ നമ്മൾ തമ്മിൽ നല്ല രണ്ട് തിക് ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ ലവേഴ്സാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും നമ്മൾ സ്നേഹിച്ച് നിന്ന രണ്ട് പേരാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അവരുമായിട്ട് എന്തെങ്കിലും അതുപോലെയുള്ള ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ തമ്മിൽ പിരിഞ്ഞു, പിന്നെ നമ്മൾ ആഗ്രഹിക്കും ഈ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും കാണരുതേ എന്ന് വരെ നമ്മൾ ആഗ്രഹിക്കും. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു ഒക്കേഷൻ, നമ്മളൊരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മത്സരത്തിനാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഒക്കേഷണലി നമ്മൾ ആ ഒരു സ്പേസിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒബ്വിയസ്ലി നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവും. കാരണം ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ജീവനൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ തന്നെ അനു പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്. അതുപോലെ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, ഇത് കഴിഞ്ഞ് ഇവരുടെ ചേഞ്ചിങ് റൂമിൽ ചെന്ന് നിന്ന് പറയുന്നുണ്ട് എൻ്റെ ജീവിതം തകർത്തു, അങ്ങനെയുള്ളൊരു ഡയലോഗ് വരുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഒബ്വിയസ്ലി എന്താണെങ്കിലും ഒരു 2-3 ദിവസത്തേക്ക് അനുമോളെ ഡൗൺ ആക്കാൻ ഈ ഒരു കാര്യം തന്നെ ധാരാളമായിരിക്കും. അതുപോലെ അത് ഭയങ്കരമായിട്ട് പുള്ളിക്കാരുടെ ഗെയിമിനെയും എല്ലാം അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ജീവൻക്കൊപ്പം ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഒന്ന് കണ്ടിട്ട് വരാം. ബിഗ് ബോസിലുണ്ട് അനുമോള്, കാണാറുണ്ടോ? കാണാറുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. എങ്ങനെയുണ്ട് അനുമോളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, എല്ലാരെയും പോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അനുവിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവളുടേതായിട്ടുള്ള തന്നെയാണോ? അതെ അതെ അതെ, ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ അനുമോള് ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ഞെട്ടിയിരുന്നോ, അനുമോളെ പോലെ ഒരു പാവം പിടിച്ച ക്യാരക്ടർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന്? ഇല്ലില്ല, ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഒന്നല്ല. എല്ലാവരും ഇപ്പം ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയണ്ടേ, അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും പാവങ്ങൾ തന്നെയാണ്. പിന്നെ അതൊരു ഗെയിം ഷോ ആണ്, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിച്ച് അവർ പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം വളരെ എന്താണെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂവിൽ മാക്സിമം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പുള്ളിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഇതിൻ്റെ തുടക്കം ഇവർ തമ്മിലുള്ള ഒത്തിരിയേറെ, പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്ലൈ, അതായത് പുള്ളിക്കാരി ആഗ്രഹിക്കുന്ന രീതിക്കിനൊരു ആൻസർ ജീവൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഇതിൻ്റെ അകത്തെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ് എന്നുള്ള രീതിയിൽ ഒരു ഇൻ്റർവ്യൂസിലോ ഒരു കാര്യത്തിലോ ഇവർ തമ്മിൽ ഒരു പുറത്തേക്ക് ഒരു ഔട്ട് കൊടുത്തിട്ടില്ല. അതൊരു മെയിൻ റീസണാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇന്നലെയൊക്കെ ആയിട്ട് 2-3 വോയിസ് റെക്കോർഡിങ് ജീവൻ്റെ അമ്മ പറഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ 2-3 വോയിസ് റെക്കോർഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. ജീവൻ അങ്ങനെയായിരുന്നു, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതല്ലാതെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് ജീവനോ വന്ന് പറഞ്ഞിട്ടില്ല, അനുമോളോ വന്ന് ഒബ്വിയസ്ലി പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ ഇൻ്റർവ്യൂസിലും ഇവരോട് ഇതേ ചോദ്യം, ഇവർ കപ്പിൾസ് ആണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒത്തിരിയേറെ ആങ്കേഴ്സ്, അതായത് ഒത്തിരിയേറെ ഇൻ്റർവ്യൂ എടുത്ത് എല്ലാവരും തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഒരു പ്രോപ്പറായിട്ട്, അതായത് ഒരു ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു ആൻസർ ഇന്ന് വരെ കൊടുത്തിട്ടില്ല.
പറയടാ ആണോ തുറന്നു പറയും. പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും നമ്മൾ ആണോ അല്ലയോ. അത് നമ്മൾ പുറത്ത് വിടാൻ പോവുകയാണ് എക്സ്ക്ലൂസീവ്ലി. അതെ അതെ. നിക്ക് ആണോ അല്ലയോ ടിക് ടിക് പറ. ടിക് ടിക്. ഏത് ക്യാമറ നോക്കി പറയണം? അത് നോക്കണോ ഇത് നോക്കണോ? ഇഷ്ടമുള്ള നോക്കി ഇനി പറയാം, ഓപ്പൺ ആയിട്ട് പറയാം. നമ്മൾ തമ്മില് നാണം വരുന്നു. പറ നീ പറ. പറയോ? എപ്പോഴും ചേട്ടനല്ലേ പറയണ്ടേ? ചേട്ടൻ പറ. നമ്മൾ തമ്മിൽ നല്ല ടിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അതെ, ഞങ്ങൾ കപ്പിൾസ് അല്ല. അല്ല അല്ല, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. പിന്നെ ഇതിപ്പം റീലൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോ. അപ്പം ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരായിരിക്കണം കൂടുതലായിട്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്നത്. ഒബ്വിയസ്ലി നമ്മളെപ്പോലുള്ള എനിക്കതും നമ്മളല്ലോ ഒരു നല്ല ശതമാനം ആൾക്കാരും ഇതിലേക്ക് പോകാൻ താല്പര്യപ്പെടാത്തതിൻ്റെ കാര്യം ഇതാണ്. ബിഗ് ബോസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ കാണും. അവരെ നമ്മൾ ചിലപ്പം ജീവിതത്തിൽ എന്നേക്കുമായിട്ട് നമ്മൾ വെറുത്തു പോകും. അത്രമാത്രം ചിലപ്പോൾ ചിലരെ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക ഇഷ്ടപ്പെട്ടു പോകും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അങ്ങനെയാണ്. അവർ എന്ത് ഔട്ട് കൊടുക്കണമെന്നുള്ളത് ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത്. ചിലപ്പം പുറമെ വലിയൊരു ഇമേജ് ഇല്ലാത്ത ഒരാൾ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അയാളെ ചിലപ്പം നമ്മുടെ ഇതിൻ്റെ ഔട്ട് വരുന്നതനുസരിച്ച് ചിലപ്പോൾ അയാൾ നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. നേരെ തിരിച്ച് നമുക്ക് പുറത്ത് നല്ലൊരു ഇമേജ് ഉള്ള ഒരാൾ ഉള്ളിൽ ചെന്ന് കഴിയുമ്പം അവിടുന്ന് കിട്ടുന്ന ഒരു ഇതിൻ്റെ ഔട്ട് പ്രകാരം ചിലപ്പം ഭയങ്കര മോശമായിട്ട് തോന്നും. ചിലപ്പം എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരിക്കാം, പക്ഷെ എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരവസ്ഥ വരാം. ചിലപ്പം നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം കഴിഞ്ഞിട്ട്, കാരണം എല്ലാവരും ഇതിൻ്റെ അകത്ത് പോകുന്നത് ഒരു ഫെയിം, അതായത് ഒരു നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫേസ് ഒന്ന് ഫെയിം ആവാൻ വേണ്ടിയിട്ടും പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടുമാണ് പോകുന്നത്. ഈ രണ്ട് കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തീർന്നു എന്ന് വേണം വെച്ചോണം. അത്രയ്ക്കും ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ബിഗ് ബോസ് അനുമോളോട് ചെയ്തിരിക്കുന്നത് വലിയ ചതിയാണ്. കാരണം പുള്ളിക്കാരിയുടെ അതായത് പേഴ്സണൽ മാറ്റേഴ്സ്, അതായത് ഒരാളുടെ വീട്ടിൽ നടക്കുന്ന, അതായത് പുറത്ത്, അതായത് നമ്മുടെ ബിഗ് ബോസിന് ഔട്ട്സൈഡ് ഉള്ള കേസ് കെട്ടാണ്. അപ്പോൾ അത് ഇൻസൈഡ് കൊണ്ടുവന്ന് അത് ഇപ്പോൾ ഡിസ്കഷനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുവാണ് ബിഗ് ബോസ്. കാരണം ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് സ്പെഷ്യൽ കണ്ടൻസ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുടെ ലൈഫും കാര്യങ്ങളും എല്ലാം പുറത്തെടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡിസ്കഷൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അനുമോളോട് സത്യം പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് വിടാതെ മാറി നിന്ന കാര്യം, പക്ഷേ ഒരാളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാലും ഞാനിതിനെ കൂടുതലായിട്ട് കീറി മുറിക്കുന്നില്ല.